അയാള് വണ്ടിയിലിരുന്നേ ഫോണിൽ ഭാര്യയെ വിളിച്ച് സ്കൂളിലെ അഡ്മിഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ കിണ്ടി ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലായി. വിദ്യാഗുരുവിൽ തന്നെയല്ലേ? അതെ 10 മണിക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് തുടങ്ങത്തുള്ളൂ. പക്ഷേ ക്യൂ വെളുപ്പിന് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വണ്ടി കയറിയ ആൾ ക്യൂ നിൽക്കാൻ വന്നതാ. ആദ്യം ഫോം വാങ്ങുന്ന 50 പേരെ എന്തായാലും ഇന്റർവ്യൂവിന് വിളിക്കുന്ന അങ്ങനെ എന്നോട് പറഞ്ഞതേ. നമ്മൾ ലേറ്റ് ആവോ? ഇല്ല, ഞാൻ ഷഫീഖിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇപ്പോൾ എത്തിക്കാം. ക്യൂ കിടക്കുന്ന കിടാണ്ട. വായി നോക്കി എവിടെയാണോ? നിങ്ങളുടെ മോന് വേണ്ടിയല്ല, ഞാൻ ബാച്ചിലറാ. അപ്പൊ പിന്നെ ഞങ്ങളെ തറവാട്ടിലെ 3 കുട്ടികളെ വീതം ഓരോ കൊല്ലം സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിലൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാ. തെണ്ടി അവിടെ ഒന്ന് വളച്ചത് മതി. കട ഓർക്കും. അല്ല, ഞാൻ കുഴപ്പമില്ല, ഞാൻ തയ്യാറായിട്ട് വന്നാ. അപ്പൊ കട ആരും ഓർക്കും? ചെല്ലട വേഗം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 10 ദിവസം വരെ വരിക്കാൻ തയ്യാറാ. ചെല്ലട വേഗം. എല്ലാത്തിലും ഇടപെടും. ക്യൂ നിൽക്കാൻ ഞാൻ ഇനിയും വരും. കൊടുത്തു തുടങ്ങിയല്ലോ അല്ലേ? ഇല്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. വെളുപ്പിനെ വന്ന് നിന്നതാ. ഇനി എപ്പോ കൊടുക്കോ? ഒന്ന് പിടിച്ച്. അയ്യോ, എന്ത് പറ്റി? കുറച്ച് വെള്ളം കൊണ്ടുവരും. ചേട്ടാ, അത് കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വന്നിട്ടോ. അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. വാങ്ങിക്കും എന്റെ കയ്യിന്ന്. അവന്റെ ഒരു അച്ഛൻ, എന്റെ ഒരു തലവിധി. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഒന്നിനും സമയം, ഒന്നിനും. വഴി കിടക്കുന്ന കിളവന്മാരെ ആശുപത്രി കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. കൂടെ ഉണ്ടല്ലേ കുറെ എണ്ണം. കൊള്ളാം. എന്തെങ്കിലും തരാൻ വന്നതാ. എന്റെ കാര്യം പോട്ടെ. ഞാൻ നാളെ വരെ ലേറ്റ് ആവും. ഞാൻ നാളെ പീടിയിൽ കാര്യം കൂടി വെക്കേണ്ടി വരുമോ? നേരം ഞാൻ വായിട്ട് അലച്ചിട്ടും എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ മനുഷ്യൻ. നിങ്ങൾക്ക് ഷഫീക്ക് താക്കോല് തരാൻ വന്നാ മോളൂ. അതിനെന്താ ഞാൻ തലയും കുത്തി നിൽക്കണോ? നിങ്ങൾ ആയുസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പോട്ടെ. അതോ വെട്ടുകൂടി കണ്ട് കഴിച്ചിട്ടേ. ഇവിടെ വീട് തല്ലി പൊളിക്കുന്നത് തോന്നണം. മോന്റെ ശബ്ദമൊന്നും കേൾക്കാനില്ല ദൈവമേ. ഇവിടെ ആരെങ്കിലും പനി പിടിച്ച് ചാവാൻ കിടന്നാ സ്വന്തം കടയിലെ സാമ്പിൾ മരുന്ന് കൊണ്ടുതരും. കാണാനില്ലല്ലോ. ഇനി അതിന്റെ അകത്തേക്ക് കയറി നോക്ക്. നിധി വല്ലതും കിട്ടിയാലോ? മോന്റെ അഡ്മിഷന് ഡൊണേഷൻ ആയി കൊടുക്കാം. ഇനി അതേ നിവൃത്തിയുള്ളൂ. ആരോട് പറയാനാ? നിങ്ങളെപ്പറ്റി നിധി വല്ലതും കിട്ടിയാലോ എന്ന് പറഞ്ഞപ്പോ വന്നതാ. ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. അല്ല, എന്താ ഈ സമയത്ത്? കൂടുതൽ പരിക്ക് പറ്റുന്നതിന് മുമ്പ് ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു വന്നതാ. ഇന്ന് ഫോൺ കൊടുത്ത സ്കൂളിനെതിരെ ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. രാവിലെ അവിടെ പൊരിഞ്ഞ അടിയല്ലായിരുന്നോ? ആരോ ഇടയ്ക്ക് കയറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം. ഏതായാലും ഫോം വിതരണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. ദൈവമേ, രക്ഷപ്പെട്ടു. ഞാനും. നിങ്ങൾ ഇരിക്കേ, കഴിച്ചിട്ട് പോവാം. വേണ്ട, വീട്ടിൽ അവള് മാത്രമേ ഉള്ളൂ. ഇത് അറിഞ്ഞോടനെ ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചേ ഉള്ളൂ. പോട്ടെ, ഞാനൊന്ന് തഴവരെ പോട്ടെ. ദൈവമേ, നിങ്ങൾ നടന്നോ, ഞാൻ ഇപ്പം വരാം. പ്രിയ. എന്ത് പറ്റി പവിത്രേട്ടാ? എന്തെങ്കിലും എടുക്കാൻ മറന്നോ? പ്രിയ അരവിന്ദൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. അച്ഛൻ അരവിന്ദേട്ട കുട്ടിയായിരുന്നപ്പോ മരിച്ചതല്ലേ? അരവിന്ദ് അന്ന് 8ാം ക്ലാസ്സിലായിരുന്നു. നല്ല ആരോഗ്യം ഗ്ലാമറും ഒക്കെ ആയിരുന്നു അരവിന്ദൻ്റെ അച്ഛന്. പുള്ളി ഞങ്ങളുടെ ഒരു ഹീറോ ആയിരുന്നു. ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം വഴി കുഴഞ്ഞു വീണ അവൻ്റെ അച്ഛൻ മരിച്ചത്. പട്ടാപ്പകലായിരുന്നു. എത്തിക്കാൻ താമസിച്ചു എന്നാ ഡോക്ടർമാർ പറഞ്ഞത്. എന്തോ അന്നാർക്കും സഹായിക്കാൻ മനസ്സ് തോന്നിയില്ല. വരട്ടെ. ഞങ്ങൾ രാവിലെ ഇവിടെ പോയിരുന്നു. അപ്പോഴാ ഇതൊക്കെ. പോട്ടടാ. അവളാകെ ടെൻഷനില്ല. ഈ അഡ്മിഷന്റെ കാര്യമൊക്കെ ആയിട്ടേ ദേഷ്യം വരുമ്പോൾ ഓരോന്ന് പറയുന്നേ ഉള്ളൂ. പാവ. ഇനിയും ദേഷ്യം വരാമല്ലോ. നീ ചെല്ല്, പോവാം. അരവിന്ദേട്ടാ, ഞാൻ ഓർത്തില്ല. അഡ്മിഷൻ, സ്കൂള്, ഓഫീസിലെ ലീവ് എല്ലാം കൂടി ആയപ്പോ. അതൊന്നും കുഴപ്പമില്ല. നോ പ്രോബ്ലം. മോൻ ഉറങ്ങിയോടി? അവൻ ഉറങ്ങി. പ്രിയ, ഞാനാ. ചേട്ടാ, നീ എവിടെ? ഞാൻ മാർക്കറ്റിലാ.
എത്ര നാളായി ചേട്ടനൊന്ന് ഫോൺ വിളിച്ചിട്ട്? മൊത്തം തിരക്കിലായിരുന്നു മോളെ. ഫുൾ ട്രാവല്. ഓൾ ഡൺ. ഇനിയിപ്പോൾ നേരെ നാട്ടിലേക്ക്. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ അതല്ലേ വിളിച്ചത്. സ്ട്രേറ്റ് എയർപോർട്ടിൽ നിന്ന് രാമപുരത്തേക്ക്. ആഞ്ചലയും കാണും കൂടെ. അവസാനം ഏട്ടത്തിയമ്മയൊന്ന് കാണാൻ പറ്റുമല്ലോ. അളിയനുണ്ടോ വീട്ടിൽ? അരവിന്ദേട്ടൻ കടയില്ല. ആ ശരി ശരി, ഞാൻ മൊബൈലിലേക്ക് വിളിച്ചോളാം. കുഴപ്പമില്ല. നിങ്ങൾ നാട്ടിലേക്ക് വരുമല്ലോ അല്ലേ? പിന്നെ ഞങ്ങള് തലേ ദിവസം തന്നെ എത്തും. ശരി എന്നാ. ഓക്കെ ബൈ ചേട്ടാ. പ്രിയ. സോറി. പോയിക്കോളൂ. അതെ, ഇപ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരില്ലേ? ഇത്തവണ എന്താ നാട്ടിൽ പോകാൻ ഒരു സന്തോഷമില്ലാത്ത? സന്തോഷമൊക്കെ തന്നെയാ, പക്ഷെ അവിടെയും പ്രശ്നമാണല്ലോ. എന്ത് പ്രശ്നം? ഭാഷ തന്നെ. ഓ ഏട്ടത്തിയോ? അതൊക്കെ പോട്ടെ, തനിക്കെന്താ ഇപ്രാവശ്യം നാട്ടിൽ പോകാൻ ഇത്ര വലിയ താല്പര്യം? അത് ചേട്ടൻ വരുന്നുണ്ട്. പിന്നെ സത്യം പറ പ്രിയ, നിനക്ക് അവിടെ പോയിട്ട് ജർമ്മനി അടുത്തേക്ക് കൊണ്ട് മോനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനല്ലേ? You know it. Clap your hands. Clap, clap. തുടങ്ങിയോ? So happy. കേട്ടില്ല, അവൻ എത്ര നന്നായിട്ടാ ഇംഗ്ലീഷ് പറയുന്നത്. ശരിയാ, നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ഇന്റർവ്യൂവിന് ഉറക്കിയിട്ട് കൊണ്ടുപോയാലോ? അമ്മേ വേണ്ടേ? നോ പ്രോബ്ലം. കണ്ണാടി എന്തേ? നീ അത് കാണണമെങ്കിൽ വേറെ കണ്ണാടി വെക്കണം. Hey, Aliya, long time. What's up? വാട്സപ്പ് ഇല്ല, പഴയ ഫോണാ. Hey, Ajila. Yeah. He's my brother-in-law, Arvind. Yeah, I know. Yeah. I've seen some photos of you many times. Yeah, Actually. So nice to meet you. I am Aravind. Seeing you first time. Happy. Priya. ഹായ് ആഞ്ചല, വെൽക്കം. And this is the little Manu. You're great. Suga, no? അമ്മയോട് ഹലോ പറയൂ. Hi. I. Pass No, no. bedeutet es. It's Ammai. As bedeutet Tante. തന്തയോ? Oh, ich Yeah. wusste. Es ist Post. നമസ്തേ. പ്ലീസ് കം. കം വരൂ. ഞാൻ വരും. ഇപ്പൊ സുഖാണോ നിനക്ക്? അമ്മായി വെയിറ്റിംഗ്, ലാൻഡ് റൗണ്ടിങ്. അച്ഛാ വരൂ. സുഖല്ലേ അച്ഛാ? ഈ വിളക്ക് പിടിച്ചോളൂ. നന്നായി വരും മോളെ, വരൂ. റൈറ്റ് ലെഗ്, റൈറ്റ് ലെഗ്. Okay. അയ്യോ ചെരുപ്പ്. ചെരുപ്പ് കുഴപ്പമില്ല, പട്ടി അടിച്ചോണ്ടു. അതുകൊണ്ടാ. Why English medium? Why not Malayalam medium? Because if you don't know English, you cannot achieve anything. No good job, no respect in the society. Oh, why so? We all study in German at our school, and I don't have any issue with English. I even learn Malayalam. We can speak in Malayalam. നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. Okay. I want to improve speaking in it. ആഞ്ചല, കിട്ടുന്ന സമയത്ത് മനുവിന് കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാമോ? How funny. ഞാൻ മലയാളം പഠിച്ചു ഇവിടെ വന്നത് നിങ്ങളുടെ സംസാരിക്കാനാണ്. You all want me to speak English. നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം, പക്ഷേ മനുവിൻ്റെ കൂടെ ഓൺലി ഇംഗ്ലീഷ്. പ്ലീസ് ആഞ്ചല. Okay. താങ്ക് യു. നന്നായിട്ടുണ്ടോ? നന്നായി. ഇനിയൊരു പൊട്ടും കൂടെ. വാടി ഇങ്ങോട്ട് വന്ന് കഴിക്കേ. ആള് കൂടുതലാണേ, അതാ നിന്നെ നോക്കാൻ സമയം കിട്ടാതെ. കഴിക്കേ, വേണങ്ങാതെ കഴിക്കടി. നമ്മുടെ നന്ദിനെ കൊടുത്തു അല്ലേ അമ്മേ? ആ കൊടുത്തു. ഇവിടെ നോക്കാൻ ആരാ? അമ്മയ്ക്ക് ഇപ്പോഴും എന്നോടുള്ള പിണക്കാൻ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഏയ് അങ്ങനൊന്നുമില്ല. എനിക്കറിയാം, ഏഞ്ചല നല്ല കുട്ടിയമ്മേ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. നമ്മുടെ കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് നിന്റെ വിവാഹം നടത്തണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനിപ്പോ എന്താ, ഇനിയാവല്ലോ. ഏഞ്ചല ഹാപ്പിയാവും. ശരിക്കും? ആ അപ്പൊ ഞാൻ അച്ഛനോട് പറയട്ടെ? ഇതാ ഇപ്പൊ കാര്യം, ഉറപ്പായിട്ടും പറയണം. ഇതിനാണോ എന്റെ നാരായണി അമ്മ എന്നെ ഒരു ദിവസം വിഷമിപ്പിച്ചത്?